മലയാളികൾക്കും ഏറെ സുപരിചിതയായ താരമായ സ്വാതിയുടെ വിവാഹം നടന്നത് പലരും ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞിട്ടില്ല. എല്ലാവരും ഇപ്പോൾ വലിയൊരു ഞെട്ടൽ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശരിക്കും എന്താണ് സോഷ്യൽ മീഡിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പലരും ചോദിക്കുന്നത്. സ്വാതി ആദ്യമൊരു വിവാഹം കഴിച്ചിരുന്നല്ലോ, ആ വിവാഹം എപ്പോഴാണ് വിവാഹമോചനത്തിലേക്ക് എത്തിയത്? ഡിവോഴ്സിൻ്റെ കാര്യം പോലും ആരും അറിഞ്ഞിരുന്നില്ല. നടി ഇപ്പോഴും നന്നായി ജീവിക്കുന്നു എന്നാണ് എല്ലാവരും കരുതിയത്. ഭർത്താവിനോടൊപ്പം വിശേഷങ്ങളുമായി ജീവിക്കുന്നുവെന്ന് കരുതുന്നതിനിടയിൽ സ്വാതിയുടെ രണ്ടാം വിവാഹ ചിത്രങ്ങൾ പുറത്തുവരുന്നു. എന്നാൽ പല പ്രേക്ഷകരും ഇപ്പോൾ സ്വാതിയോട് കാര്യങ്ങളൊന്നും ചോദിക്കാതെ ഈ ചിത്രങ്ങളെല്ലാം ഏറ്റെടുക്കുകയാണ്. കളേഴ്സ് സ്വാതി അല്ലെങ്കിൽ സ്വാതി റെഡ്ഡി. തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് കുറച്ചധികം വർഷങ്ങളായി ഈ രണ്ട് പേരുകളിൽ നടി അറിയപ്പെടാറുണ്ട്. മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ താരം തന്നെയാണ്. തെലുങ്ക് സിനിമാ പ്രേമികളാണ് താരത്തെ കളേഴ്സ് സ്വാതി എന്ന് വിളിക്കുന്നത്. മലയാളികൾക്കും തമിഴർക്കും താരം സ്വാതി റെഡ്ഡിയാണ്. തെന്നിന്ത്യയിലെ വിവിധ ഭാഷകളിൽ അഭിനയിച്ച് നിരവധി ഹിറ്റുകളുടെ ഭാഗമായി സ്വാതി റെഡ്ഡിക്ക് മലയാളത്തിൽ ആരാധകരുണ്ടായത് ഫഹദ് ഫാസിൽ സിനിമകളായ ആമയിലും നോട്ട് 24 കാലത്തിലെ നായികാവേഷത്തിലുമാണ്. അതുകൊണ്ട് മലയാളികൾക്കും സ്വാതി വളരെയധികം സുപരിചിതയാണ്. മലയാളികൾക്ക് മാത്രമല്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സൗത്ത് ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ പ്രേക്ഷകർക്കും സുപരിചിതയാണ് താരം. പ്രേക്ഷകരുടെ പ്രീതി വളരെയധികം തന്നെ മനസ്സിലാക്കി തരുന്നൊരു വാർത്ത കൂടിയാണിത്. ആരാധകർ വളരെയധികം സ്നേഹത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇത് മനസ്സിലാക്കുന്നത്. പ്രേക്ഷകർ വളരെയധികം തന്നെ കൃത്യമായി ഇത് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഫഹദ് ഫാസിലിൻ്റെ നായികാവേഷത്തിലെത്തിയതോടെയാണ് സ്വാതി മലയാളികൾക്കും പ്രിയങ്കരിയായത്. അന്യഭാഷകളിൽ നല്ല പോലെ തന്നെ തിളങ്ങി നിൽക്കുന്ന താരം സോഷ്യൽ മീഡിയയിലും തരംഗമായി തന്നെ മാറാൻ തുടങ്ങി. അതോടെ പ്രേക്ഷകരെല്ലാം ഏറ്റെടുക്കാൻ തുടങ്ങി. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായതോടെ തന്നെ സ്വാതിക്ക് ആരാധകരുടെ എണ്ണം വർദ്ധിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ തന്നെയായിരുന്നു വിവാഹം നടന്നതും. എന്നാൽ വിവാഹമോചനത്തിൻ്റെ ഒരു റൂമർ പോലും ആരും കേട്ടിരുന്നില്ല എന്നതാണ് സത്യം. എല്ലാം അതീവ രഹസ്യമാക്കി വെച്ച് ഇപ്പോൾ വിവാഹം വരെയും അതീവ രഹസ്യമാക്കി മുഖം പോലും വ്യക്തമാക്കാതെയാണ് ശരിക്കും പറഞ്ഞാൽ സ്വാതി ഇതെല്ലാം അറിയിച്ചിരിക്കുന്നത്. 39-കാരിയായ താരത്തിൻ്റെ പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റ് തന്നെയാണ് വളരെയധികം വൈറലായി മാറുന്നത്. ആരാധകരും ഏറ്റെടുക്കുന്നത്, ശ്രദ്ധ നേടുന്നതും ഇതേ പോസ്റ്റ് തന്നെയാണ് എന്ന് പറയാം. താരം വീണ്ടും വിവാഹിതയായിരിക്കുന്നു. ഹിറ്റ്ഡ് എന്ന ക്യാപ്ഷൻ നൽകിയാണ് വിവാഹ ചിത്രങ്ങൾ നടി പങ്കുവച്ചത്. പ്രേക്ഷകരും വളരെയധികം കൃത്യമായി തന്നെയാണ് ഈ വാർത്തയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലെല്ലാം പങ്കുവയ്ക്കുകയും ചെയ്തത്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് അറിയുകയും പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തത് എന്ന് പറയാം. ആരാധകരുടെ സ്നേഹം വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന വിഷയമായി തന്നെ മാറുകയാണ് എന്നുകൂടി പറയുന്നു. പ്രേക്ഷകർ ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുന്ന കാര്യങ്ങളെല്ലാം കൂടി തന്നെ മാറുന്നുണ്ട്. ഇന്നായിരുന്നു വിവാഹം. ഹോമകുണ്ടത്തിന് അരികിലിരുന്ന് പങ്കാളിയോടൊപ്പം പൂജകർമ്മങ്ങൾ ചെയ്യുന്ന താരത്തെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെയധികം സ്നേഹത്തോടെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് മാറുന്നു. ആരാധകർക്ക് വളരെയധികം സ്നേഹം തുളുമ്പുന്ന വാർത്തയായും ഇത് മാറുന്നുണ്ട്. പ്രേക്ഷക പ്രീതിയോടെ തന്നെ വളരെ പെട്ടെന്ന് ഇത് മുന്നേറുന്നു എന്നുകൂടി നമുക്ക് കൂട്ടിച്ചേർക്കാനാകുന്നു. സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ വളരെയധികം സ്നേഹത്തോടെ ഇത് കാണാൻ സാധിക്കുന്നുണ്ടെന്നും കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇരുവരുടെയും ലുക്കും ഫേസും റിവീൽ ചെയ്തുള്ള ഫോട്ടോകളൊന്നും സ്വാതി പങ്കിട്ടിട്ടുമില്ല. പക്ഷേ വരനെ പോസ്റ്റിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. സിനിമാ ലോകത്തിൽ നിന്ന് തന്നെയാണ് സ്വാതിയുടെ വരൻ. തെലുങ്ക് സിനിമയിൽ സജീവമായി നിൽക്കുന്ന സംവിധായകൻ ശ്രീകാന്ത് നഗോദിയാണ് വരൻ എന്ന് പറയാം. 2020 പുറത്തിറങ്ങിയ ഭാനുമതി ആൻഡ് രാമകൃഷ്ണ, 2023 പുറത്തിറങ്ങിയ മന്ത് ഓഫ് മധു എന്നിവയാണ് ശ്രീകാന്ത് സംവിധാനം ചെയ്ത പ്രധാന സിനിമകൾ. സംവിധായകൻ മാത്രമല്ല, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ്, ഗാനരചയിതാവ് എന്നീ നിലകളിലും പ്രശസ്തനാണ് അദ്ദേഹം. ഹാൻഡ് പിക്ഡ് സ്റ്റോറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ബാനറിൽ അദ്ദേഹം ചിത്രങ്ങളും സഹനിർമ്മാണവും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാതി വിവാഹം കഴിക്കുന്ന വ്യക്തി വളരെയധികം സുപരിചിതനാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.